സംസ്ഥാനത്ത് SSLC പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. ആരൊക്കെ തൂക്കും എന്നറിയാം. തോക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇനി ആരെങ്കിലും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കാര്യം കൊണ്ടേയല്ല എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരും കുഞ്ഞുങ്ങളും കരുതുക. വൈകിട്ട് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഫലം പ്രഖ്യാപിക്കുക. പുതിയ മന്ത്രിസഭ ചുമതല ഏൽക്കാത്തതിനാൽ വകുപ്പ് മന്ത്രി പരീക്ഷാഫലം പ്രഖ്യാപിക്കില്ല എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 4,17,497 വിദ്യാർത്ഥികളാണ് പരീക്ഷാഫലം കാത്തിരിക്കുന്നത്. ഗോപാൽ ശിലാസനലുണ്ട് തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, 10ാം ക്ലാസ്സിലെ പഴയ പരീക്ഷയ്ക്കുള്ളതുപോലെയുള്ള ടെൻഷനൊന്നും ആർക്കും ഇല്ല അല്ലേ? പണ്ട് കാലത്ത് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പടപടപ്പാണ് നെഞ്ചിന്റെ ഉള്ളിൽ. എന്താവും, ഫസ്റ്റ് ക്ലാസ് കിട്ടുമോ, ഡിസ്റ്റിങ്ഷൻ കിട്ടുമോ, ഏതെങ്കിലും അടിച്ചു പോകുമോ, ആ ടഫുള്ള പരീക്ഷ എങ്ങനെയായിരിക്കും, നോക്കിയ സാറ് കൃത്യമായി നോക്കിയിട്ടുണ്ടോ, ഇതൊക്കെ ടെൻഷനായിരിക്കും. പക്ഷേ ഇപ്പോൾ A+, A, B അല്ലേ ഗ്രേഡുകളൊക്കെ കിട്ടുമെന്ന് പിള്ളേർക്കൊക്കെ ഏറെക്കുറെ ഉറപ്പാണ്. അതുകൊണ്ട് വലിയ ടെൻഷനോട് കൂടി ആയിരിക്കില്ല പക്ഷേ ഫുൾ ഗ്രേഡിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ ചെറിയ ആശങ്കയുണ്ടാവും. ഇന്നിപ്പോൾ വകുപ്പ് മന്ത്രി അല്ലാതെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നുവെന്ന പ്രത്യേകത കൂടിയുണ്ടല്ലേ? എപ്പോഴാണ് ഫലപ്രഖ്യാപനം ഗോപാൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. പണ്ടൊക്കെ SLC നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് SLC ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ്. ഇതുവരെ നീ പഠിച്ചാൽ ഇനിയുള്ള കാലം നിനക്ക് സുഖമായി ബാക്കി കാര്യങ്ങൾ കൊണ്ടുപോകാം എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞ് ധരിപ്പിച്ചിരുന്നത്. പക്ഷെ ആ ഒരു കാലത്ത് നിന്നൊക്കെ ഇപ്പോൾ മാറി A+, A ഗ്രേഡും ഒക്കെ സുലഭമായി, അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർന്ന് ആ തരത്തിലേക്ക് വലിയ ടെൻഷൻ ഇല്ലാത്ത കാലത്തിലേക്ക് മാറിയിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് SLCയുടെ ആ പരീക്ഷാ ഫലപ്രഖ്യാപനം നിശ്ചയിച്ചിരിക്കുന്നത്. PR ചേംബറിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശർമ്മള മേരി ജോസും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ N ഉമേഷ് IAS ഒന്നിച്ചായിരിക്കും ഫലപ്രഖ്യാപനം നടത്തുക. പുതിയ സർക്കാർ അധികാരത്തിൽ ഏൽക്കാത്തതിനാൽ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ഈ ഫലപ്രഖ്യാപനം നടത്തുന്നില്ല. പകരം 2 ഉദ്യോഗസ്ഥരാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത് എന്ന പ്രത്യേകത കൂടി ഇത്തവണയുണ്ട്. ഒരു ഘട്ടത്തിൽ വലിയ ആശങ്കയൊക്കെ ഫലപ്രഖ്യാപനം ഇന്ന് തന്നെ നടത്താൻ കഴിയുമോ എന്ന കാര്യത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ചീഫ് സെക്രട്ടറിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഫലപ്രഖ്യാപനം നടത്താം എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തുടനീളം 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം മൂലം പരീക്ഷ എഴുതാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളുടെ ഫലവും ഇന്ന് വരും. അവരുടെ മോഡൽ പരീക്ഷയുടെ മാർക്കും ഇതുവരെയുള്ള മറ്റു പരീക്ഷകളിലെ പഠന നിലവാരവും പരിശോധിച്ച് അതിനനുസരിച്ചുള്ള ശരാശരി മാർക്കായിരിക്കും വിദേശത്ത് പരീക്ഷ എഴുതാനിരുന്ന കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. 3 മണിക്ക് കൃത്യമായി ഫലപ്രഖ്യാപനം വാർത്താ സമ്മേളനത്തിലൂടെ വരും. തൊട്ട് പിന്നാലെ തന്നെ 3:30 വിവിധ വെബ്സൈറ്റുകൾ, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റും കൈറ്റ് വിക്ടേഴ്സിന്റെ വെബ്സൈറ്റും ആപ്പുകളും വഴി വിദ്യാർത്ഥികൾക്ക് ഫലമറിയാൻ സാധിക്കും. പരീക്ഷയിൽ മാർക്ക് കൂടിയോ കുറഞ്ഞോ എന്നതിനപ്പുറത്തേക്ക് ഫലമറിയുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ആശംസകളും അഭിനന്ദനങ്ങളും കൂടി നേർന്നുകൊണ്ട് നല്ലൊരു റിസൾട്ട് ആശംസിക്കുകയാണ് ഡോക്ടർ. ഓക്കെ, എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമെല്ലാം നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.